ഇപ്പോൾ ഹീറ്റേഴ്സ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റേഴ്സ് തന്നെ ക്വസ്റ്റ്യന് നമുക്ക് ഹൗസ് കുറേ എണ്ണം തരുന്നുണ്ട്, എന്നിട്ട് ഹീറ്റേഴ്സ് എത്ര ദൂരെയാണ് നിൽക്കുന്നത് ഓരോ ഹൗസിനോടും എന്നുള്ളൊരു ചോദ്യം പോലെയാണ് തരുന്നത്. ഇത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഡിസ്റ്റൻസ് എന്താണ് ഓരോ ഹീറ്ററിനോടും അനുസരിച്ച് എത്ര ഗ്യാപ്പാണ് വരുന്നത്, ഏതാണ് ബെറ്റർ, എങ്ങനെയാണ് ആ പൊസിഷൻ കണക്കാക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കുറച്ചായിട്ടുള്ള ന്യൂആൻസസ് ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ക്വസ്റ്റ്യനോട്ട് കിടക്കാം. നമുക്ക് ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോബ്ലം നോക്കാം. ഇതിൽ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മീഡിയം പ്രോബ്ലം ആണ്. അത് എന്താ പറയുക, ചില എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഗൂഗിളത്തെ ചില ഈസി ക്വസ്റ്റ്യൻസ് മീഡിയം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റേഴ്സ് തന്നെ പ്രോബ്ലം നോക്കാം. ഇതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, winter is coming. During the contest, your first job is to design a standard heater with fixed warm radius to warm all the houses. Every house can be warmed as long as the house is within the heater's warm radius range. Given the position of house and heaters on a horizontal line, return the minimum radius standard of heaters so that those heaters could cover all houses. All heaters following a radius standard and the warm radius will be the same. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഹൗസും തരുന്നുണ്ട്, ഹീറ്റേഴ്സും തരുന്നുണ്ട്. അപ്പോൾ ഈ ഹൗസും ഹീറ്റേഴ്സും തരുമ്പോൾ ഇതിൽ ഹീറ്റേഴ്സിന്റെ പൊസിഷൻ എവിടെയെന്നും ഹൗസിന്റെ പൊസിഷൻ എവിടെയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്താണ് ഓരോ ഹീറ്റേഴ്സിന്റെയും നമ്മൾ പൊസിഷൻ നോക്കിയിട്ട് അത് എത്ര റേഡിയസിലാണ് ഇരിക്കുന്നത്, ഒരു ഓരോ ഹൗസ് മാക്സിമം റേഡിയസ് എവിടെയാണ് ഈ ഹീറ്റേഴ്സ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ റേഡിയസ് തരാനാണ് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 1 2 3 എടുക്കുമ്പോൾ ഹീറ്റർ രണ്ടാമത്തെ പൊസിഷനിലായിരിക്കണം എന്ന് പറയുമ്പോൾ 2 0 ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. ഇതാണ് മാക്സിമം റേഡിയസ് കിട്ടുന്നു. ഇനി നമുക്ക് 1 2 3 4 പറയുമ്പോൾ ഹീറ്റേഴ്സിൽ 1 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 1 വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 1 വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് 1 2 3 എന്ന് വരുന്നുണ്ട്. വലിയ 2 വരും. പക്ഷെ അപ്പോൾ അവിടെ എന്താണ് 4 വേറൊരു ഹീറ്റർ ഉള്ളതുകൊണ്ട് എന്താണ് അവിടെ എന്താണ് അതിന്റെ റേഡിയസ് 4 0 4 3 വരുന്നത്. അപ്പോൾ 1 1 2 വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് 1 കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഹീറ്റേഴ്സിനുള്ള മാക്സിമം റേഡിയസ് എന്താണുള്ളത്, അപ്പോഴും 1 തന്നെയാണുള്ളൂ. ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എപ്പോഴും എന്താണ് അടുത്തുണ്ട്. അപ്പൊ നാലാമത്തേലും ഒന്നുകൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അത് 1 തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ 1 5 എന്ന് പറഞ്ഞത്. അപ്പൊ ഹീറ്റർ ആകെ 1 മാത്രമേ ഉള്ളത്, 2 രണ്ടാമത്തെ പൊസിഷനിലുണ്ട്. ഹൗസ് 5ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഔട്ട്പുട്ട് 5 - 2 ഔട്ട്പുട്ട് 3 ആവും. ഓക്കെ, ഇതാവും നമ്മുടെ എന്താണ് ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് അധികം നമ്മൾ എന്തൊരു അബ്സല്യൂട്ട് ആയിട്ട് ഒരു പൊസിഷൻ എടുത്തിട്ട് ചെയ്യൽ തന്നെ ആവും. തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് ചെയ്യൽ തന്നെ ആവും. അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇതില് എനിക്ക് എൻ്റെ ഒരു വിശ്വാസത്തില് നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് കണക്കാക്കേണ്ടിയും വരും. പിന്നെ ഡിസ്റ്റൻസിന്റെ കമ്പാരിസൺ ആയിട്ട് ഒരു മാക്സിമം കണ്ടുപിടിക്കേണ്ടിയും വരും ഓരോ ക്ലോസസ്റ്റ് പോയിന്റിന്റെ. അപ്പൊ നമുക്ക് സിമിലർ ടു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ക്ലോസസ്റ്റ് പോയിന്റ് അല്ല എന്താണ് മിനിമം ഡിസ്റ്റൻസ് അല്ല മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ ക്ലോസസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷേ എന്താണ് കുറച്ചും കൂടി എലാബറേറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് എന്താണ് അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ നമുക്ക് ഇത് ആൻസർ കിട്ടാൻ നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യന് ആദ്യം നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഹീറ്റേഴ്സും ഹൗസസും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് 2 എന്നുള്ള എക്സാമ്പിളും ഹൗസസ് 1 2 3 എന്നൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 3 കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് തരുന്ന വാല്യൂസ് എപ്പോഴും സോർട്ടഡ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ 2 വാല്യൂസ് നമ്മൾ സോർട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ടും സോർട്ട് ചെയ്യണം, ഹീറ്ററും ഹൗസസും സോർട്ട് ചെയ്യണം. കാരണം നമുക്ക് 1 by 1 ആയിട്ടുള്ള ഒരു സിംഗിൾ സ്കാൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൗസിനുള്ളിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് 1 ആണെന്ന് എടുക്കുക. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഹൗസ് ആയിട്ടുള്ള 1ന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഹീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടതാണ് നോക്കേണ്ടത് അല്ലെ. ഇതിന് മുന്നേ നമ്മൾ ഹീറ്ററിന്റെ ഇൻഡെക്സ് നമ്മൾ എന്താ ചേഞ്ച് ചെയ്യണം ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്. കാരണം എന്തിനനുസരിച്ചിട്ട് നമ്മൾ എന്താ ഏറ്റവും അടുത്ത ഏതാണെന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് മാറണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹീറ്ററിന്റെ ഇൻഡെക്സ് എന്തായാലും 0 തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മള് 1-ലെത്തിയപ്പോൾ നമ്മുടെ 1 നോക്കണം. അപ്പൊ 1 നോക്കുമ്പോൾ 0 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലെങ്ത് ഓഫ് ദ ഹീറ്റേഴ്സിനെ കാട്ടിലും ചെറുതാണെന്ന് നോക്കാം. 0 ലെസ് ദാൻ 1 - 1. അപ്പൊ ലെങ്ത് ഓഫ് ഈ ഹീറ്റേഴ്സ് -1 നോക്കുക. 0 ലെസ് ദാൻ 0 ആണെന്ന് നോക്കുമ്പോൾ അല്ല, 0 = 0 ആണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പോകും. പക്ഷെ നമുക്ക് എന്താണ് ക്ലോസസ്റ്റ് പോയിന്റ് കിട്ടണം. ക്ലോസസ്റ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടും, ഈ 2 - 1ന്റെ അബ്സല്യൂട്ട് വാല്യൂ ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് എന്താണ് 1 ആണ് നമ്മുടെ ക്ലോസസ്റ്റ് പോയിന്റ് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഓഫ് ഈ ഓൾറെഡി ഉള്ള റേഡിയസും പിന്നെ നമുക്ക് ഈ വരുന്ന ക്ലോസസ്റ്റ് പോയിന്റും ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഓഫ് 0, 1 കിട്ടും. അത് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അടുത്ത നമ്മുടെ വാല്യൂ ഹൗസ് എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ ഹൗസ് ആണ്.
രണ്ട് എന്ന് പറഞ്ഞ ഹൗസ് വരുമ്പോൾ സെയിം കണ്ടീഷനിൽ 0 <0 അല്ലാന്ന് വരും. ക്ലോസസ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 - 2 ആണ് കിട്ടുക, 0 ആണ്. അപ്പൊ എന്താണ് അത് റേഡിയസ് നോക്കുമ്പോൾ നമുക്ക് ഒരു മാറ്റം വരില്ല, മാക്സിമം ആണ് എടുക്കുന്നത്. അപ്പൊ റേഡിയസ് അപ്പോഴും 1 തന്നെയായി മാറും. പിന്നെ നമുക്ക് 3 എന്നുള്ള വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് വരിക? ഈ എന്താ 0 <0 അവിടെ വരിക. പക്ഷെ നമുക്ക് എന്താണ് ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായി കിട്ടും? ഇവിടെ 3 - 2 എന്ന് പറയുന്നത് 1 തന്നെയാണ് കിട്ടും. അപ്പൊ നമ്മുടെ റേഡിയസ് ആണെങ്കിൽ ഓൾറെഡി 1 ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ് കോയിൻസൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മാക്സിമം ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ഒരു എക്സാമ്പിൾ. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് എന്താ ഈ ഇപ്പോ ഹൗസസ് എന്ന് പറയുന്നത് 1 2 3 4 ആണ് എടുക്കുക. ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1 4 ആണ്. ഫസ്റ്റ് പൊസിഷനിലും ഫസ്റ്റ് ഹൗസിന്റെ അടുത്തും ഫോർത്ത് ഹൗസിന്റെ അവിടെയാണ് വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാക്സിമം റേഡിയസ് എന്താണെന്ന് നോക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? മുന്നേ പറഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് എടുത്തു തുടങ്ങുന്നത്. നമ്മുടെ ഹൗസ് ഇൻഡെക്സ് ഹൗസ് ഇൻഡെക്സ് അല്ല, ഹീറ്റർ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹീറ്റർ ഇൻഡെക്സ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഹീറ്ററിന്റെ പൊസിഷൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലെങ്ത് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എന്താണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ 2 - 1 ആണ്. 0 ലെസ് ദാൻ 1 ആണോ? ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് കണ്ടീഷന്റെ അടുത്തുള്ള ഒരു വാല്യൂ എത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് ഹാൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് വാല്യൂ എന്താ ഈ ഫസ്റ്റ് വാല്യൂ ഒന്ന് എന്താ നോക്കുക. എങ്ങനെ വെച്ചാൽ 4 - 1 അബ്സല്യൂട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - 1 അബ്സല്യൂട്ടിനോട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ഹീറ്ററിന്റെ അടുത്തേക്ക് പോകണോ? അതാണ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ഏതിനോടാണെന്ന് നോക്കുന്നത്. അപ്പൊ 3 ലെസ് ദാൻ ഈക്വൽ ടു 0 അല്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ കണ്ടീഷൻ വരില്ല. അപ്പൊ ഹീറ്ററിന്റെ ഇൻഡെക്സ് അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് മാറുന്നില്ല. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ക്ലോസസ്റ്റ് പോയിന്റ് കിട്ടണം. ക്ലോസസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 - 1 നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമാണ്. 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റേഡിയസ് എന്താ നമുക്ക് കിട്ടുക? 0 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? നമ്മുടെ സെക്കൻഡ് പൊസിഷനിലുള്ള 2 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്താണ്. 2ലേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക? അതേപോലെ തന്നെ 0 ലെസ് ദാൻ 1 ആണ് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ 4 - 2 നമ്മൾ നോക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഈ എന്താ 2 - 1 ആണോ നോക്കുന്നു. അപ്പൊ 2 - 1 നോക്കുമ്പോൾ അല്ല 1 - 2 എന്നാണ്. 1 - 2 നോക്കും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും എന്താണ് വാല്യൂസ് എങ്ങനെ നോക്കും? 4 - 2 1 - 2 നോക്കുമ്പോൾ ഇത് എന്താണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അല്ല. അപ്പൊ എന്താണ് നമുക്ക് അത് കിട്ടില്ല. നമ്മുടെ അതിനുള്ള നമ്മുടെ പോയിന്റർ അപ്പോഴും ഹീറ്റർ മാറ്റേണ്ട ആവശ്യമില്ല. ഹീറ്റർ ഇപ്പോഴും കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യുന്നത്? 2 - 1 എത്ര നോക്കുക? അത് നടന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ റേഡിയസ് ചേഞ്ച് ചെയ്തിട്ട് 1 ആവുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ 3 എന്നുള്ള ഹൗസിലോട്ട് എത്തുന്നു. അപ്പോൾ ഹൗസിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്താണ്? അപ്പൊ നമ്മുടെ 0 ലെസ് ദാൻ 1 ആണ് നോക്കുമ്പോൾ ആണ്. അപ്പൊ നമ്മൾ പിന്നെ എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ 4 - 3 എന്ന് പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 1 - 3. അപ്പൊ നോക്കുമ്പോൾ എന്താണ് വരിക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഹീറ്ററിന്റെ ഇൻഡെക്സ് നമ്മുടെ എന്തായി മാറും? ഹീറ്ററിന്റെ ഇൻഡെക്സ് അപ്പൊ അവിടുന്ന് 1 ആയി മാറും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും അടുത്തുള്ള ഇപ്പോഴത്തെ ഹീറ്റർ 4 ആണെന്ന് പറയാണ്. 3നോട് ഏറ്റവും അടുത്തുള്ള ഹീറ്റർ 4 ആണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ? അപ്പൊ നമുക്ക് എന്താണ് നോക്കുക? അപ്പൊ ക്ലോസസ്റ്റ് ആയ വാല്യൂ നമ്മുടെ ഹീറ്റർ ഇൻഡെക്സ് 1 ആയി മാറില്ലേ. അപ്പൊ നമ്മൾ 4 - 3 ആണ് ചെയ്യുക. 4 - 3 ചെയ്യുമ്പോൾ 1 എന്നാണ് വരും. അപ്പൊ നമുക്ക് എന്താണ് റേഡിയസ് അപ്പോഴും നമ്മുടെ എന്താണ് മാറ്റൊന്നും വരില്ല. റേഡിയസ് 1 തന്നെയാണ്. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ 4ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഹൗസിന്റെ നമ്മൾ 4 എന്നുള്ള ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഹൗസിന് നോക്കുകയാണ്. ഹൊറിസോണ്ടൽ ലൈനിലാണ് പറഞ്ഞിട്ടുണ്ട് ഹൗസും ഹീറ്ററും ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. 4 എന്ന് പറഞ്ഞ പൊസിഷൻ നോക്കുമ്പോൾ അപ്പൊ 1 ലെസ് ദാൻ 1 ആണ് നോക്കുമ്പോൾ 1 ലെസ് കാരണം ഹീറ്ററിന്റെ ഇൻഡെക്സ് കൂടിയില്ലേ. അപ്പൊ അത് അല്ലാന്ന് കിട്ടി. അപ്പൊ നമ്മൾ ആകെ ക്ലോസസ്റ്റ് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ക്ലോസസ്റ്റ് കണക്കാക്കുമ്പോൾ എന്താണ് 4 - 4 എന്ന് പറഞ്ഞത് 0 ആണ് നമുക്ക് കിട്ടി. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നില്ല. റേഡിയസ് ആയിട്ട് കണക്കാക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് റേഡിയസ് 1 തന്നെയാണ് കിട്ടി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മാക്സിമം റേഡിയസ് എന്ന് കിട്ടുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇനി സ്വയം ചെയ്തു നോക്കാം. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഓർമ്മ ഉണ്ടായി എന്ന് വിചാരിക്കണം. ഹീറ്റേഴ്സ് ഹൗസസും നമുക്ക് എന്താണ് സോർട്ട് ചെയ്യണം അല്ലെ. ഒരു മിനിറ്റ്. ഹീറ്റേഴ്സും ഹൗസസും നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് ഹീറ്റേഴ്സും സോർട്ട് ചെയ്യാം, ഹൗസസും സോർട്ട് ചെയ്യാം. ഈ സോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇതിന്റെ ഹീറ്റേഴ്സിന്റെ ലെങ്ത് n ആണ്, ഹൗസസിന്റെ ലെങ്ത് m ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി എന്താണ് n log n ആണ്, ഇത് m log m ആണ്.
ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്താണ് രണ്ട് സോർട്ട് ആയിട്ടുള്ള വേർഷൻസ് കിട്ടി. അപ്പൊ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n പ്ലസ് m log m ആണ് ഓൾറെഡി. ഓക്കെ അല്ലേ? ഇനി എന്താ അതിന്റെ മോളിക്ക് എന്തായാലും പോവില്ല, അതിന്റെ മോളിക്ക് പോകാനൊന്നുമില്ല. നമുക്ക് എന്താണ് n² എന്തായാലും വരുന്നില്ല. n² നമുക്ക് എപ്പോഴും ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ നമ്മൾ പറ്റുന്നത്ര നോക്കാതിരിക്കണം, എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പോൾ അതിന്റെ മോളിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്റ്റിമൈസേഷൻ അവിടെ ഇവിടെ ആയിട്ട് ചെയ്യാണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ ഹീറ്റേഴ്സ് ഡോട്ട് സോർട്ട് ഹൗസസ് ഡോട്ട് സോർട്ടും കിട്ടി. ഇനി എന്താണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചില കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. എന്തൊക്കെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം? ഞാൻ ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഹീറ്ററിന്റെ ഇൻഡെക്സ് ഇനീഷ്യലൈസ് ചെയ്യണം. കാരണം ഹീറ്ററിന്റെ ഇൻഡെക്സ് നമ്മൾ പിന്നെ പതുക്കെ മൂവ് ചെയ്യണുള്ളൂ, ഡിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി എന്താണ് നമുക്ക് നമ്മുടെ ഹൗസിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഫോർ ഹൗസ് ഇൻ ഹൗസസ്, നമ്മൾ എന്താണ് ഹൗസിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം എന്താണ് ലെങ്ത് നോക്കണം അല്ലെ? അപ്പൊ നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ലെങ്ത് ഓഫ് ഹീറ്റേഴ്സ് -1. അപ്പൊ എന്താണ് ലാസ്റ്റത്തെ പൊസിഷന്റെ അവിടെ എത്തണം വരെ, അതിന്റെ തൊട്ട് വരെ നമുക്ക് പറ്റില്ല, ലാസ്റ്റ് പൊസിഷന്റെ മുന്നേ വരെ നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും നെക്സ്റ്റത്തെ വാല്യൂ നോക്കുന്നത്, നെക്സ്റ്റ് വാല്യൂ ഇപ്പോഴത്തെ വാല്യൂന്റെയും കൂടിയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ എന്തായാലും ലാസ്റ്റ് പൊസിഷന്റെ മുന്നത്തെ പൊസിഷനിൽ വരെ എന്താണ് നമ്മുടെ ഹീറ്ററിന്റെ ഇൻഡെക്സ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞായിരുന്നു അബ്സല്യൂട്ട് നമുക്ക് വേണം. ഈ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? ഒരു മിനിറ്റ്, ഇത് കുറെ ആൻഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഹീറ്ററിന്റെ പൊസിഷൻ, ആ ഡിസ്റ്റൻസ് ഇല്ല, ആ ഡിസ്റ്റൻസ് കണക്കാക്കണം. ഹീറ്ററും ഹൗസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കണം അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഹീറ്റേഴ്സ് ഓഫ് ഹീറ്റർ ഇൻഡെക്സ് മൈനസ് ഹൗസ്, ഇതും പിന്നെന്താ നമ്മുടെ ലെസ് ദാൻ ഓർ അല്ല, നമ്മുടെ എന്താണ് നമുക്ക് മുന്നത്തെ പൊസിഷൻ ആണ് നോക്കേണ്ടത് അല്ലെ? അപ്പൊ ഇനി വരുന്ന വാല്യൂ ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മുടെ അബ്സല്യൂട്ട് ഓഫ് ഹീറ്റർ ഇൻഡെക്സ് മൈനസ് ഹൗസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ നെക്സ്റ്റ് ഉള്ള ഹീറ്റർ ഇപ്പത്തെ ഹീറ്ററിനെക്കാട്ടിലും ഡിസ്റ്റൻസ് കുറവിലാണോ നിൽക്കേണ്ടത് നമ്മുടെ കറന്റ് ഹൗസിനോട് എന്നാണ് നോക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ വാല്യൂസ് ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഹൗസിന്റെ ഇൻഡെക്സ് കൂട്ടണം അല്ല, ഹീറ്ററിന്റെ ഇൻഡെക്സ് നമുക്ക് മൂവ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അടുത്ത ഹീറ്ററിന്റെ ഇൻഡെക്സിലോട്ട് ചാടണം. അതിന് വേണ്ടിയിട്ടാണ് എഴുതണത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ ക്ലോസസ്റ്റ് പോയിന്റ് കിട്ടണ്ടേ? അപ്പൊ നമ്മുടെ ക്ലോസസ്റ്റ് ഹീറ്ററിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുന്നത്. ക്ലോസസ്റ്റ് ഹീറ്ററിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മൾ എന്താ നോക്കേണ്ടത്? എങ്ങനെ നോക്കേണ്ടത്? നമ്മൾ കുറച്ചു മുന്നേ എഴുതിയ പോലെ തന്നെ നമ്മുടെ ഇപ്പത്തെ ഹീറ്ററിന്റെ ഇൻഡെക്സ് അല്ല, ഇപ്പത്തെ ഹീറ്റർ എവിടെയാണോ നിൽക്കുന്നത് അല്ലെ, അതിന്റെ മൈനസ് നമ്മുടെ ഹൗസ് എവിടെയാണോ നിൽക്കണം എന്നുള്ളതിന്റെ ആ ലെങ്ത് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ക്ലോസസ്റ്റ് ഹീറ്ററിന്റെ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ റേഡിയസ് കിട്ടണം അല്ലെ? അപ്പൊ റേഡിയസ് നമ്മുടെ മാക്സിമം റേഡിയസ് ആണ്. മാക്സിമം റേഡിയസ് എന്ന് പറയുന്നത് എന്താ പറ്റുക? മാക്സിമം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് റേഡിയസിന്റെ ഉള്ളിൽ റേഡിയസിനെ കൊടുക്കണം നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് റേഡിയസ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. റേഡിയസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്തു. എന്താണ് നമ്മുടെ ക്ലോസസ്റ്റ് ഹീറ്ററിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലെ? നമുക്ക് ഇതിന് റിട്ടേൺ ചെയ്യാം, റേഡിയസിനെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഹീറ്റർ എന്നാണ് കൊടുത്തത്, ഹീറ്റേഴ്സ് ആണ്. ഇത് ആക്സെപ്റ്റഡ് ആണ്. എന്താ കാണിക്കുന്നത്? ഔട്ട്പുട്ട് 13703 എന്നാണ് കാണിക്കുന്നത്. ഒരു മിനിറ്റ് നോക്കി നോക്കട്ടെ. അപ്പോൾ ഹീറ്ററിന്റെ ഇൻഡെക്സ് ലെങ്ത് ഓഫ് ഹീറ്റേഴ്സ് -1ഉം അബ്സല്യൂട്ട് ഇത് ലെങ്ത് ഓഫ് ഇത് ഈക്വൽ ടു കൂടി ചെയ്യണം. കാരണം നമുക്ക് എന്താണ് ലെസ് ദാൻ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ആ വാല്യൂ കിട്ടി. അപ്പൊ എന്താ ഇത് എവിടെയെന്ന് കിട്ടി? നമുക്ക് എന്താണ് ഫസ്റ്റ് പൊസിഷനിലാണ് കിട്ടുന്നത്. കുറച്ച് മുന്നിൽ ഒരു പൊസിഷനിൽ ഒന്നും കൂടി ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം അതെങ്ങനെയാണെന്ന്. സിമിലർ അപ്രോച്ച് തന്നെയാണെന്ന് തോന്നുന്നത്. അതെ, അപ്പൊ സിമിലർ അപ്രോച്ച് തന്നെയാണ്. നമ്മുടെ ഒരു ഫോറും വൈലും കണ്ടീഷൻസ് ഉണ്ട്, രണ്ട് കണ്ടീഷൻസും ഉണ്ട്. പിന്നെ അതിന് പുറമെ രണ്ട് സോർട്ടിംഗ് കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കോഡിനോട് എന്താണ് സമന്വയാണ് അതും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലീഡ് കോഡിൽ എന്താണ് ചില സമയത്ത് ഒരു കാണിക്കുന്ന കറക്റ്റ് ടൈമിങ്സ് ഫുള്ളി കറക്റ്റ് ആവണമെന്നില്ല. നമുക്ക് എന്താണ് ഒരു ആവറേജിൽ തൊട്ടടുത്ത് കിട്ടിയാൽ മതി. ഇവിടെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്ര മുന്നിൽ വേറെ വാല്യൂസ് ഉണ്ടോ നോക്കിയിട്ട് നമുക്കത് വീണ്ടും നമ്മുടെ സൊല്യൂഷൻ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? കണ്ടതിൽ നന്ദി. താങ്ക് യു.